ബുദ്ധിയില്ല നിങ്ങൾക്ക്. ക്ലാസ്സിൽ ഒന്നാമതായിരുന്നു അവള്, മത്സരങ്ങളിൽ ഒന്നാമതായിരുന്നു, ബുദ്ധി കൂടുതലായിരുന്നു. അതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയോ നിങ്ങൾക്ക്? കഴിയില്ല. ഇനിയെങ്കിലും ഉപദ്രവിക്കരുത്. പറഞ്ഞ് കാല് പിടിക്കാൻ വന്നതാ ഞാൻ. കൊല്ലപ്പെടുന്ന കുടുംബത്തിൻ്റെ കണ്ണീര് കൊല്ലുന്നവൻ്റെ ശിരസിലേക്ക് ഒരു ശാപമായിട്ടൊഴുകും. അതുകൊണ്ടാ വാളെടുക്കുന്നവൻ വാളാലേ തീരുന്നത്. വാ മോളെ, വാ. എനിക്ക് പേടിയാ. അയ്യേ, വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്ന കൊച്ചിനാണോ പേടി? വാ പതുക്കെ. വാമേ. ഞങ്ങളെയൊക്കെ ഓർമ്മയില്ലേ മോളെ? തട്ടേ താഴത്തെ ബാലൻ ചേട്ടൻ, ഒന്ന് ഓർത്തു നോക്കിയേ. ഏത് ബാലേട്ടൻ? മോളുടെ ഫ്രണ്ട് മിനിക്കുട്ടിയുടെ അച്ഛൻ. ഓർമ്മയില്ലേ? സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ ഞാൻ നിങ്ങൾക്ക് പഴംപൊരി വാങ്ങിച്ചു തരാറുള്ളത്. നിന്നെ മനസ്സിലായിട്ടില്ല ബാല. ആരെയും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവക്കാരെയും മനസ്സിലായിട്ടില്ല. ഏയ് മോള് കരയണ്ട. വാ, എല്ലാവരോടും നമുക്ക് പിന്നെ വർത്തമാനം പറയാം. മോള് വാ. ചേച്ചി, ഇത് ശരിയാവില്ലേ? ശരിയാവും ബാല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ മതി. മോളെ, കൊച്ചേ, ലച്ചു വെച്ചു അടി. കൊച്ചിന്റെ ലച്ചു വെച്ചി. ആരാ? ചേച്ചി, ചേച്ചി ഇങ്ങ് വാ, അകത്തേക്ക് വാ. ആദ്യം കൊച്ചിനെ എന്നെ തിരിച്ചറിയില്ലടാ. ഒരിക്കലും തിരിച്ചറിയില്ല അമ്മേ. തിരിച്ചറിയും, കുറച്ച് കഴിയട്ടെ. നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ കൊച്ചിന് കൂടുതൽ വിഷമമാവും. വാ മോളെ. അപ്പോട്ടാ, എന്താടാ? തെറ്റിപ്പോയി അപ്പോട്ടാ. നമുക്ക് ആള് മാറിപ്പോയി. എന്താ കാര്യം? നമ്മുടെ പാച്ചുവിനൊക്കെ ഒന്ന് രാഘവനല്ല, വെട്ടുമണിയാ. നേരാണോ നീ പറയുന്നേ? സത്യം അപ്പോട്ടാ. പാച്ചു ജയിലിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയായിരുന്നവൻ. നീ ഇതെങ്ങനെ അറിഞ്ഞ്? അവൻ പാച്ചുവിനെ വെട്ടുമ്പോ സൈമൺ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ലോറിക്കെട്ടിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അപ്പോ ഇതിന്റെ പേരിലല്ലേ നിങ്ങളൊരു പെങ്കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചത്? അന്ന് അവര് വന്ന് പറഞ്ഞതല്ലേ രാഘവനല്ല കൊന്നതെന്ന്. അത് പറ്റിപ്പോയി സുമതി. എന്നോടൊന്നും പറയണ്ട. ചെയ്തു കൂട്ടിയ കൊടും പാപത്തിന്റെ ഒന്നും ഫലം അനുഭവിക്കാൻ എന്നെ എന്റെ മോളെ ഇനി ഒരിക്കലും കിട്ടില്ല.
തന്നെ താൻ അനുഭവിച്ചോളാം. അനുഭവിക്കും നിങ്ങള്. അനന്തു, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാമെന്ന് സമ്മതിക്കരുത്. അഴകത്ത് നിന്ന് പോയാ നമ്മുടെ എല്ലാ പിടിവള്ളിയും പോയി. തൽക്കാലം പിണക്കാതെ നോക്കണം. ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. ആ നോക്കട്ടെ, അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാൻ പറ്റുമോ? അനന്തു, എപ്പോഴാ പോകുന്നത്? ഇറങ്ങായി അമ്മ. ഓഫീസിൽ പോകുന്ന കാര്യമല്ല ചോദിച്ചത്, ഇവിടുന്ന് മാറി താമസിക്കുന്ന കാര്യം. അമ്മയ്ക്കെന്താ എന്നെ പറഞ്ഞുവിടാൻ ഇത്രയ്ക്ക് ധൃതി? ഞാനും അമ്മയുടെ മോനല്ലേ, ഏറ്റവും ഇളയതല്ലേ ഞാൻ. ഇളയതായാലും മൂത്തതായാലും മക്കൾ പറഞ്ഞാൽ അനുസരിക്കണം. അല്ലാതെ ഭാര്യയുടെ വാക്ക് കേട്ട് തുള്ളരുത്. ഞാൻ കുടുംബത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. അതിപ്പോ എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. അമ്മയ്ക്കിപ്പോ സന്തോഷമായല്ലോ. അമ്മ, ഇവളോട് ഞാൻ ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താ അനുസരിക്കേണ്ടത്? തൽക്കാലം എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നില്ല. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിടിച്ചിറക്കി വിട്ടോ. വേണ്ട ഉണ്ണിയേട്ടാ, ഇറക്കി വിടരുത്. ഞാനും ഈ വീട്ടിലെ അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ എന്തു പറയണം? ഇറങ്ങിപ്പോടാന്ന് എനിക്ക് പറയാൻ പറ്റൂ? ഇറങ്ങിപ്പോണ്ട. പക്ഷെ ഇവിടെ താമസിക്കുമ്പോ അവൻ നീ പറയുന്നത് അനുസരിച്ച് വേണം ജീവിക്കാൻ. അത് പറഞ്ഞില്ലേ അവനോട്? പറഞ്ഞു. അവനൊരു പാവം ചെറുക്കനാന്നേ. ആ പെണ്ണ് വെറുതെ ഇളക്കി വിടുന്നതാ. സുമംഗലേ, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്തൊക്കെ കാണിച്ചാലും നിനക്ക് അവനോട് ഒരല്പം സ്നേഹക്കൂടുതലുണ്ട്. അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇളയ കുട്ടിയല്ലേ ഏട്ടാ, അതുകൊണ്ട് മനസ്സിൽ അവനെ കുറച്ചധികം ലാളിച്ചിട്ടുണ്ട്. ആ ലാളന കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടായി. ഒരു കണക്കിന് പറഞ്ഞാൽ നിനക്ക് നിന്റെ അനന്തുവിനോടുള്ള സ്നേഹക്കൂടുതലാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കം. ഞാൻ എന്ത് ചെയ്തു ഉണ്ണിയേട്ടാ? കുഞ്ഞുനാള് തൊട്ടേ നിന്റെ മനസ്സറിയുന്നവനാ ഞാൻ. നീ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ എനിക്കത് മനസ്സിലാവില്ല എന്ന് കരുതിയോ? ഇഷ്ടക്കൂടുതൽ കൊണ്ട് നീ ഉണ്ടാക്കി കൊടുത്ത ബന്ധം കാരണം എത്ര ജീവിതങ്ങളാ ഇപ്പം ഇല്ലാതായത്. ഇനി എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇനിയെങ്കിലും അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയാ. ഒന്നും എഴുതാൻ അറിയില്ല അല്ലേ? അക്ഷരങ്ങളൊക്കെ മറന്നുപോയി അമ്മേ. ഒന്നും ഓർമ്മയിലില്ല. ക്ലാസ്സിൽ ഒന്നാമതായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? അതെ, ഇവളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കരുത്.
ഡോക്ടർ പറഞ്ഞില്ലേ ക്രമേണ ഇതൊക്കെ ശരിയാവുമെന്ന്. ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ ഓരോന്നോരോന്നായിട്ട് നമുക്കിവളെ പഠിപ്പിക്കാം. പറഞ്ഞു കൊടുക്കുന്തോറും ഓർമ്മകൾ തെളിഞ്ഞു വരും. ആദ്യം മുതൽ പഠിപ്പിക്കാന്നാണോ? ആദ്യം ഇവള് നമ്മളെയൊക്കെ ഒന്ന് തിരിച്ചറിയട്ടെ. എല്ലാവരോടുള്ള സ്നേഹം ഇവളുടെ മനസ്സിലുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. ശരിയായി വരും. നമ്മളെ തിരിച്ചറിയുന്നില്ല, പക്ഷേ ഇവള് ബഹളം വെക്കുന്നില്ലല്ലോ. അപ്പോ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോ ഇവക്കൊരു സമാധാനമുണ്ട്. അതാ കാര്യം. സന്തോഷമായിട്ട് പഴയതുപോലെ തന്നെ ഈ വീട് തിരിച്ചു വരണം. ഇതിപ്പോ ഇവിടെ ആകെ ഒരു മൂകതയാ. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ കൊച്ചു മരിച്ചു പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മോളെ, നീ എന്താ ഈ പറയുന്നത്? മരിച്ചില്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാ മരണ വീട്ടിലെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? കൊച്ചിന് ആയുസ് നീട്ടിക്കൊടുക്കാൻ വേണ്ടി തന്നെയാ ആ സമയത്ത് ദൈവം എന്നെ ഐസിയുലേക്ക് പറഞ്ഞു വിട്ടത്. നടന്നതിനും നടക്കാൻ പോകുന്നതിനും ഒക്കെ എന്തേലും കാരണം ഉണ്ടാവും. നമുക്ക് സന്തോഷിക്കാം അമ്മേ. കൊച്ചിനെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ലേ നമുക്ക്? കേട്ടില്ലേടി? ചുമ്മാ ഇരുന്ന് മോങ്ങാതെ എഴുന്നേറ്റ് പോ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ 3 മക്കളെയും തന്നിട്ട് കെട്ടിയോൻ ഇട്ടേച്ചു പോയിട്ട് സങ്കടപ്പെട്ടിട്ടില്ല ഈ കാർത്തിയായിനി. ദേ, നീ ആ വലയിങ്ങെടുത്തേ. വെള്ളം ഇറങ്ങിയ സമയമാ. 5-6 പറയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വാ മോളെ. ലച്ചു, എടി ലച്ചുക്കുട്ടി, തള്ളെ വിളിച്ചപ്പോ മോളാണ് വരുന്നത്. മോളെ വിളിച്ചപ്പോ തള്ളയാണ് വരുന്നത്. ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ. ഭാർഗവ, നിന്നോട് ബഹളം വെക്കാൻ പറ്റിയ ഒരു മനസ്സല്ല ഇവിടെ ആർക്കും. എന്താ ഇവിടെ ആരെങ്കിലും ചത്തോ? ചത്തില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. എടാ, എല്ലാം നീ അറിഞ്ഞതല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ? അറിഞ്ഞു. അതിൽ സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓർമ്മയില്ലാതായ പിന്നെ തള്ളയുടെ മോടെ ഈ വൃത്തികെട്ട മോഹം കണ്ട് പേടിക്കണ്ടല്ലോ. ഓർമ്മ നശിക്കാൻ വേണ്ടിയാ ഞാൻ കുടിക്കണത്. എന്റെ ഓർമ്മ നശിച്ചാൽ അന്ന് ഞാൻ കുടി നിർത്തും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഭാർഗവ. നീ എന്തു പറഞ്ഞാലും ഞാനിപ്പ കേക്കും. ഇത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാതായി പോയ നിന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? തള്ള പോയി, ഇനി മോൾ വരട്ടെ. ലച്ചു, എടി ലച്ചു മോളെ, നിന്റെ ഭാർഗവേട്ടന്റെ അടി ലച്ചു. ലച്ചുവേ, എടി ലച്ചു, ഇപ്പോൾ ഇതെവിടെ പോയി കിടക്കുന്നു? ആ ഡേ, ഞാൻ വിളിച്ചാൽ നിനക്ക് വിളിയേക്കാൻ പാടില്ല അല്ലേ? ഓ, ഞാൻ കേട്ടില്ല. നീ കേക്കില്ലടി. ഞാൻ വിളിച്ചാൽ നീ കേക്കില്ല. നാട്ടുകാര് കാമുകന്മാര് വിളിച്ചാൽ നീ അപ്പം കേക്കും. നിങ്ങളൊരു മനുഷ്യനാണോ? പാവം കൊച്ചിവിടെ വയ്യാതിരിക്കുമ്പോ എങ്ങനെ തോന്നി ഇങ്ങനെ കുടിച്ചു കൂത്താടി വരാൻ? ഓർമ്മ പോയെന്ന് വെച്ച് ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലാടി. പഴയതുപോലെ തന്നെ ഇരിക്കണം. ഇതിപ്പോ സുഖായല്ല. പള്ളിക്കൂടത്തിലും പോകണ്ട. മുമ്പ് എന്തായിരുന്നു? ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ അല്ലേ സംസാരം? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഭാർഗവേട്ടൻ? ഞാൻ മിണ്ടൂടി. ഒരു ദിവസം ഞാൻ ഇവള് പുസ്തകം വായിച്ചിട്ടിരുന്നപ്പോ ഇവളുടെ മുറിയിലൊന്ന് കയറിപ്പോയി. ഉടനെ ഇവൾ എന്നോട് ഗെറ്റ് ഔട്ട് എന്ന്. എന്നോട് തലമൂത്ത എന്നോട് ഗെറ്റ് ഔട്ട് എന്നും. ഇനി നീ ഒന്ന് പറയടി ഗെറ്റ് ഔട്ട് എന്ന്. പറയടി. ഭാർഗവേട്ട, എന്റെ നിയന്ത്രണം വിട്ട് നിൽക്കാ ഞാൻ. നിയന്ത്രണം വിട്ടാ നീ എന്ത് ചെയ്യൂടി? എന്റെ കൊച്ചിനെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ
കെട്ടിയവനാണെന്ന് നോക്കത്തില്ല ഞാൻ. ഓഹോ, എന്നാ ഒന്ന് കാണണമല്ലോ. ഇവളെ കൊണ്ട് ഞാൻ ഗെറ്റ് ഔട്ട് പറയിക്കും. പറയടി, പറയടി. ഭാർഗവേട്ടാ. പറയടി. പറയാൻ. ഗെറ്റ് ഔട്ട് പറയാൻ. കടക്കടാ പുറത്ത്, കടക്കാൻ. അതവള് പറയട്ടെ. ഇറങ്ങിപ്പോകാൻ എന്റെ കൊച്ചു പറയട്ടെ എന്നോട്. അതിനാ ഞാൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. കൊച്ചേ, ഭാർഗവേട്ടൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കൊച്ചാരെയും തിരിച്ചറിയില്ല എന്നറിഞ്ഞപ്പോ എന്റെ ചങ്കു പൊടിഞ്ഞു പോയി. എന്നെയെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ ഒരു മാർഗം ആലോചിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാൻ തോന്നി. നിന്റെ ചിരിയും കളിയൊക്കെ അടി എന്റെ മനസ്സില്. ഭാർഗവ, അമ്മ അറിഞ്ഞില്ലടാ. അതൊന്നും സാരമില്ലമ്മേ, ഒരടിയല്ലേ. അമ്മ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ. അത് കണ്ടെങ്കിലും എന്റെ ഈ പൊന്നുമോൾ എന്നോടൊന്ന് മിണ്ടിയാ മതി. അനന്തൂനെന്താ പേടിയുണ്ടോ? സത്യം പറഞ്ഞ പേടിയല്ല, ഒരു കുറ്റബോധം കൊണ്ടുള്ള പരിഭ്രമമുണ്ട്. നിനക്കറിയില്ല കവിത, അമ്മയോട് നേർക്ക് നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല ഞാനിതുവരെ. പക്ഷെ ഇപ്പം നിരന്തരം അമ്മയുടെ കണ്ണ് നിറയുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ. ഇതിപ്പോ ആദ്യമായിട്ട്. അനന്തു അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? ഞാൻ അനന്തുവിന്റെ ഭാര്യയല്ലേ. എന്നെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ അനന്തു ഒരുപാട് സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുന്നത് ഭാര്യയാ, അല്ലാതെ അമ്മയല്ല. ഇതൊക്കെ എനിക്കറിയാം കവിത. പക്ഷേ അമ്മയ്ക്കെതിരായിട്ട് നിന്ന ഈ വീട്ടിലെല്ലാവർക്കും നമ്മളോട് ദേഷ്യമാവും. ദേഷ്യാവെന്ന് വെച്ച് നമുക്ക് മരിക്കാൻ പറ്റുമോ? ആവുന്നെങ്കിൽ ആവട്ടെ. ആരുടെയും ചെലവിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അഴകത്ത് സ്വത്തിന്റെ സ്ഥാപനങ്ങളുടെ ബലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അല്ല, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇല്ലാത്തതൊക്കെ ഇനി ഉണ്ടാവും അനന്തു. ഈ വീട്ടിലുള്ളവർ മുഴുവൻ എതിർത്താലും ഇവിടത്തെ സ്വത്തും സ്ഥാപനങ്ങളും നമ്മൾ കൈയടക്കും. പറയാൻ എളുപ്പാ, പക്ഷേ നടക്കുന്ന കാര്യമല്ലത്. അമ്മ എതിർത്താൽ കുഴപ്പാവും എന്നല്ലേ അനന്തു ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അഴകത്തെ സകല ബിസിനസിന്റെയും ഷെയറുകൾ ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ കയ്യിലാ. എന്നുവെച്ചാ നമ്മുടെ കയ്യിൽ. അമ്മയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്ന അമ്മയ്ക്ക് നല്ലത്. കൂടുതൽ എതിർക്കാൻ വന്നാ അഴകത്തമ്മ അടുക്കളയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അനന്തു ധൈര്യമായിട്ടിരിക്കെ. അമ്മയ്ക്കെന്താ ഒരു മൗനം? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. എന്താമ്മേ, എന്തോ ഒരു വിഷമം പോലെ. ഏയ്, വിഷമമൊന്നുമില്ലടാ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അഴകത്തെ മൊത്തം ബിസിനസ്സുകളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതുപോലെ തോന്നുന്നു. എന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ? അനന്തു എല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു.
അത് മുൻപ്. കവിതയെ വിവാഹം കഴിച്ചതിന് ശേഷം ഓഫീസിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഗിരീഷ് മേനോന് പലതും അറിയാം. അയാൾ അതൊക്കെ മറയ്ക്കുന്നുണ്ട്. അത് മനഃപൂർവ്വമാണ്, ആരെയോ പേടിക്കുന്നത് പോലെ. എന്ത് പേടിക്കാൻ? അല്ലെങ്കിൽ തന്നെ അമ്മയല്ലാതെ ആരെ പേടിക്കാനാ? ഗിരീഷ് എത്ര വർഷമായി നമ്മുടെ കൂടെ? എന്തായിക്ക് സംഭവിച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളൊന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിക്കണം. ഓഫീസ് രേഖകളെല്ലാം ഒന്ന് പരിശോധിക്കണം. വല്യേട്ടൻ ഓഫീസിലേക്ക് ഒന്ന് പോകണം. ഞാൻ പോയാൽ ശരിയാവില്ല. അനന്തുവിന് എന്നോടുള്ള ശത്രുത കൂടെയുള്ളൂ. ഗിരീഷ് മേനോനോട് ഞാൻ സംസാരിച്ചോളാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തന്നെ അയാൾ എന്നോട് പറയാണ്ടിരിക്കില്ല. ഒന്നും തൽക്കാലം അനന്തും അറിയണ്ട. ഞാൻ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതവന് വിഷമാവും. അത് വേണ്ട. രാഘവ, രാഘവ, എന്താടാ അപ്പു, പണിയാണോ? ഏയ് അല്ല രാഘവ. പറഞ്ഞതായിരിക്കണം, പുറകിന്ന് വെട്ടരുത്. ഇല്ല. നിന്റെ അനിയനില്ലേ പാച്ചു, അവൻ നിന്നെപ്പോലെ നേരുള്ളവനല്ല. കൈ വെട്ടാനോ കാല് വെട്ടാനോ കൊട്ടേഷനേറ്റാ. അത് ചെയ്തിട്ടിങ്ങി പോരണം. അല്ലാതെ അവൻ്റെ കെട്ടിയോളെയും മക്കളെയും കയറി പിടിക്കരുത്. ചാവണ്ട ജാതിയാടാ അവൻ. എന്നുവെച്ച് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവനെ തട്ടിയത് ഞാനല്ല. ആണെങ്കിലേ നിവർന്നു നിന്ന് പറയും ഈ രാഘവൻ. എനിക്കറിയാം രാഘവ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ. അവനെ കയറിയത് വെട്ടുമണിയാ. നീ നേര് കാണിക്കുമ്പോ ഞാനും നിന്നോട് നേര് കാണിക്കണം. ഇത് കേട്ട് കഴിയുമ്പോ നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാം. എന്താടാ കാര്യം? രാഘവ, നിന്റെ അനിയത്തി കൊച്ചിനെ കൊല്ലാൻ നോക്കിയത് ഞാനാ.